മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിൽ വിവിധ സ്കൂളുകൾ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ സന്ദർശിച്ചു. മാത്യു കുഴൽനാടൻ എംഎൽഎയും നഗരസഭാ ചെയർപേഴ്സൺ ജോസ് മേരി ആന്റോണിക്കും ഒപ്പമെത്തിയാണ് സന്ദർശനം നടത്തിയത്. മഴക്കെടുതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് വേണ്ട നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. എറണാകുളം ജില്ലയിലെ പൊതുവെ സ്ഥിതിഗതികളെല്ലാം നിയന്ത്രണ വിധേയമാണ്. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായത് നമ്മുടെ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ മൂവാറ്റുപുഴ കോതമംഗലം ഏരിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിൽ തന്നെ മൂവാറ്റുപുഴയാറിന്റെ തീരത്താണ് കൂടുതൽ പ്രശ്നങ്ങൾ. വീടുകളിൽ വെള്ളം കയറുകയും അധികം ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടതായിട്ടും വന്നത്. ഇവിടെ മുനിസിപ്പാലിറ്റി ബഹുമാനപ്പെട്ട എംഎൽഎയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ക്യാമ്പിൽ കഴിയുന്ന ആളുകളെ വന്ന് കാണുമ്പോൾ അവരൊക്കെ വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഇവിടെ സർക്കാരും ഡിപ്പാർട്ട്മെന്റുകളും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഏർപ്പെടുത്തിയിട്ടുള്ള സൗകര്യങ്ങളെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിലും മഴയ്ക്ക് കൂടുതൽ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ആവശ്യമായിട്ടുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തെങ്കിലും ഏത് അടിയന്തര സാഹചര്യം ഉണ്ടായാലും അതിനെ നേരിടുവാനായിട്ടും പ്രതിരോധിക്കാനും ഒക്കെ ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ജില്ലാ ഭരണകൂടം, അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റും, അതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റിയും, അതുപോലെ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളും ഒക്കെയായി ചേർന്നുകൊണ്ട് എടുത്തിട്ടുണ്ട്. കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാഞ്ഞിരപ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ 10 സെന്റിമീറ്ററായി ഉയർത്തി. ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഡാമിന്റെ പരമാവധി സംഭരണശേഷി 97.5 മീറ്ററാണ്. നിലവിലെ ജലനിരപ്പ് 96.07 മീറ്ററുമാണ്. മഴ ഇനിയും ശക്തമായി പെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി. അണക്കെട്ടിന് സമീപത്തുള്ളവരും പുഴയുടെ ഇരുകരകളിലെ താമസക്കാരും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിപ്പ് നൽകി. പുഴയിൽ ഇറങ്ങുന്നതും മീൻ പിടിക്കുന്നതും ഒഴുക്കുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്നതും കർശനമായി ഒഴിവാക്കണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.